പാതിവില തട്ടിപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിയെന്ന് അനന്തു കൃഷ്ണന്റെ മൊഴി. തട്ടിപ്പ് നടന്ന ജില്ലകളിൽ എല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്കും പണം നൽകിയെന്ന് അനന്തു. തട്ടിപ്പ് പുറത്തായത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ അനന്തു കൃഷ്ണന്റെ കുറ്റസമ്മത മൊഴി മൂവാറ്റുപുഴ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന വിവരം പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഇത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും സാമൂഹിക പ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് ഫണ്ടായും മറ്റാവശ്യങ്ങൾക്കും പണം നൽകിയതായി അനന്തകൃഷ്ണൻ മൊഴി നൽകിയതായാണ് വിവരം. ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇതുവരെ 1200 പരാതികളാണ് ലഭിച്ചത്. 50 കേസുകൾ എടുത്തു. അനന്തുവിനെതിരെ കൂടുതൽ കേസുകൾ ഇടുക്കിയിലാണ്. കേസുകൾ അഡീഷണൽ എസ്പിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുകയാണ്. 5 പോലീസ് സബ് സ്റ്റേഷനുകളിലെ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ അന്വേഷിക്കും. 200 കോടിയുടെ തട്ടിപ്പ് അനന്തകൃഷ്ണൻ നടത്തിയതായാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പരാതികളിൽ പരിശോധന പൂർത്തിയായാൽ മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാവൂ. അനന്തവുമായി നടത്തിയ തെളിവെടുപ്പിൽ പലർക്കും പണം നൽകിയ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പണം വാങ്ങിയവരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. അനന്തകൃഷ്ണൻ തട്ടിപ്പിനായി സംസ്ഥാനമൊട്ടാകെ വലിയ ശൃംഖല ഒരുക്കിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രമുഖ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ, മറ്റു പ്രമുഖർ എന്നിവരെയെല്ലാം വലയിലാക്കി ഇവരിലൂടെ ജനങ്ങളുടെ വിശ്വാസം നേടിയാണ് തട്ടിപ്പ് വ്യാപിപ്പിച്ചത്. അനന്തകൃഷ്ണന് തനിച്ച് ഇത്ര വലിയ തട്ടിപ്പ് നടത്താൻ കഴിയുമോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂട്ടുപ്രതികളായി രാഷ്ട്രീയ ബന്ധമുള്ള പലരും ഉൾപ്പെട്ടതായി വരുന്ന വിവരങ്ങളടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതുകൂടാതെ കേരളത്തിന് പുറത്തും അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുമുണ്ട്. ഇതും അന്വേഷണ പരിധിയിലാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.